തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുമായിരുന്നില്ല. കാരണം കെ സിക്കും രമേശ് ചെന്നിത്തലയ്ക്കും വേണ്ടി ഇവിടെ ശക്തമായ ഒരു ലോബിയിങ് ഒന്നും പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിലോ നടന്നിരുന്നില്ല എന്നുള്ളതാണ്. നിയമസഭാ കക്ഷിയിൽ മാത്രമാണ് അവർ അത്തരത്തിൽ തങ്ങളുടെ മനസ്സ് തുറന്നത്. അത് ഹൈക്കമാൻഡ് ഏതാണ്ട് എഗ്രി ചെയ്തതുമാണ്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അന്തിമമായത് ഘടകകക്ഷികൾ കൂടി ഇടപെട്ടപ്പോഴാണ്, പ്രത്യേകിച്ച് ലീഗ് ഇടപെട്ടപ്പോഴാണ് എന്നുള്ളതാണ്. ആ ലീഗിൻ്റെ ഇടപെടലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയത്. അതല്ലായിരുന്നെങ്കിൽ തിരിച്ചു വന്നാലും ഇതേപോലെയൊക്കെ തന്നെ പോകുള്ളൂ. ഇപ്പം കെ സി ആണ് മുഖ്യമന്ത്രി എന്ന് വന്നാലും ഇവിടെ വലിയ വിപ്ലവങ്ങളൊന്നും സംഭവിക്കില്ല. സംഭവിക്കാവും ചാൻസ് ഉള്ളത് ലീഗിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും അതുണ്ടാകും. അത് വേറൊരു രീതിയിലായിരിക്കും അവർ പ്രകടിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പം 3 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞാൽ 2 വിഭാഗം വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. അത് വി ഡി സതീശൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് പുറത്തുള്ളത് പ്രശ്നമല്ല, ഘടകകക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കും, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കും. പക്ഷേ ഈ 63 പേരിൽ എല്ലാവരുടെയും മനസ്സ് ഒത്തുവരണമെങ്കിൽ ഇനി വലിയ ഭഗീരഥ പ്രയത്നം വി ഡി സതീശൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ളതിന് സംശയമില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് NSSൻ്റെ SNDPയുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. അതിൽ അദ്ദേഹം എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെകൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇന്ന് പറയാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്, മുഖ്യമന്ത്രി എന്നുള്ള കസേരയിലിരുന്നുകൊണ്ട്. കാരണം കേരളം വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസും വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കണം. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 63 സീറ്റ് എന്ന് പറയുന്നത് എക്കാലവും നിലനിൽക്കുന്ന അതാണ് എന്ന് കോൺഗ്രസ് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. 2000-ൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2000-ൽ 100 സീറ്റ് കിട്ടിയത് 2024 അത് ഒന്നുമല്ലാതായി തീർന്നു എന്നുള്ളതും AK ആന്റണിക്ക് രാജിവെക്കേണ്ട സംഭവം ഉണ്ടായതും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇനി 2026 2029 എത്തുമ്പോൾ അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കോൺഗ്രസ്സായി വന്നില്ലെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ ഭവിഷ്യത്ത് വരും. പ്രത്യേകിച്ച് ഇന്ന് BJPയുടെ ഒരു വിഭാഗവും കൂടെ നിയമസഭയ്ക്കകത്ത് വരികയാണ്. നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും അത്തരത്തിലുള്ള ശക്തമായ ലോബിയിങ്ങും പ്രവർത്തനങ്ങളും ഉണ്ടാവും. ഏതെങ്കിലും കാരണവശാൽ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നോ വരുന്ന നീക്കങ്ങളിൽ അപാകതയുണ്ടായാൽ അത് ഈ മുന്നണി സംവിധാനത്തെ, ഈ ഭരണത്തെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ളതിന് സിബി സത്യൻ, ഘടകകക്ഷികളുടെ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ഇമേജ് സ്വാഭാവികമായിട്ടും കൊണ്ടുവരും ഈ എതിർചേരികൾ പാർട്ടിക്കുള്ളിലെ. അപ്പോൾ VSന്റെ കാലത്ത് അനുഭവിച്ച ഒരു സമ്മർദ്ദം അത് സതീശന് അനുഭവിക്കേണ്ടി വരുമോ തുടക്ക സമയത്തെങ്കിലും? മഞ്ജുഷ, എനിക്ക് തോന്നുന്നത് നിലവില് ശ്രീ വി ഡി സതീശൻ കൊണ്ടുവന്ന ഒരു ഓറ ശ്രദ്ധിക്കുക. പുള്ളി ഒരു മാസ് അപ്പീലാണ് കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ കഴിഞ്ഞ എന്റെ സെഷനിൽ പറഞ്ഞതുപോലെ അദ്ദേഹം MLA-മാരെയോ ഇലക്ഷൻ എഞ്ചിനീയറിംഗിലോ ഒന്നുമല്ല ശ്രദ്ധിച്ചത്. അദ്ദേഹം മാസ് അപ്പീൽ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് ശ്രദ്ധിച്ചത്. അദ്ദേഹം ഇനിയും ചെയ്യാൻ പോകുന്നത് ആ മാസ് അപ്പീൽ കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും. അപ്പൊ ഈ മാസ് അപ്പീൽ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് വേണ്ടുന്ന ടൈപ്പ് തീരുമാനങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകം. നമുക്കറിയാം, അതായത് നമ്മൾ ഈ ശൈലി നോക്കേണ്ടത് ശ്രീ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ഒരു ശൈലി, ഇപ്പൊ വിജയ് മുന്നോട്ട് വെക്കുന്ന ഒരു ശൈലി, അല്ലെങ്കിൽ AIPയിലെ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ച ഒരു ശൈലി. ഈ ശൈലിയിലെല്ലാം ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇവരെല്ലാം മാസ് അപ്പീലിന്റെ ആൾക്കാരാണ്. അവർ ജനങ്ങളുടെ ആ ഒരു സൈക്കോളജിക്കൽ എഡ്ജിലാണ് ജീവിക്കുന്നത്. അപ്പം ഇവര് ചെയ്യുന്ന, അതായത് പാർട്ടിയുടെ പിന്തുണയൊന്നുമല്ല, അവർക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ രക്തസാക്ഷികളായി മാറത്തക്ക രീതിയിൽ, ജനമനസ്സുകളിൽ രക്തസാക്ഷികളായി അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പൊരുതി വീണ ഒരാൾ എന്ന നിലയ്ക്കുള്ള ഒരു സ്ഥാനം ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൃത്യമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അവരുടെ ഭാഗത്ത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം മിക്കവാറും അതേ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. പിന്നെ രണ്ടാമത്തെ കേസ്, കോൺഗ്രസില് നിലവിലെ കണ്ടീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, നിലവിലെ കണ്ടീഷനിൽ ഏത് കാലത്തും കോൺഗ്രസിൽ ആർക്കാണോ പവർ അവർക്കൊപ്പമാണ് കൂടുതൽ ആൾക്കാർ നിൽക്കുക. അപ്പൊ നിലവിലെ ശ്രീ വി ഡി സതീശന് MLA-മാരുടെ പിന്തുണ ഇല്ല എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നു. പക്ഷെ നമ്മൾ 6 മാസം കഴിഞ്ഞ് നോക്കൂ, അദ്ദേഹത്തിന് ഒരു 60% 70% MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനായിരിക്കും. കാരണം പവർ ഉള്ളിടത്തോട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ MLA-മാര് ടിൽറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, അവിടെ വേറൊരു വലിയ പവർ സെന്റർ വരില്ലേ? അല്ല, അത് രണ്ടാമത്തെ കേസാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിലവിൽ ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ KC വേണുഗോപാലിന്റെ ഒരു പൊളിറ്റിക്കൽ മർഡർ ആണ് നടന്നത്. കാരണം
കെ.സി. വേണുഗോപാലിന് സ്വന്തം നിലയ്ക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ വളരെ 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 ജൂനിയർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ കയറി വന്ന് വെട്ടി ആ സ്ഥാനം എടുത്തിരിക്കുകയാണ്. ഇത്രയും MLA-മാരുടെ പിന്തുണ അദ്ദേഹം നേടിയെടുത്തു. ഇത്രയും പാർട്ടി ഫംഗ്ഷണറീസിന്റെ പിന്തുണ നേടിയെടുത്തു. ഉന്നത നേതാക്കളുടെയും MP-മാരുടെയും പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും വളരെ കൃത്യമായിട്ട് ശ്രീ VD സതീശന് അതിനെല്ലാം മറികടന്ന് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി ഈ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനർത്ഥം കെ.സി. വേണുഗോപാലിനെ മറികടക്കുന്ന പൊളിറ്റിക്കൽ പവർ VD സതീശൻ തൽക്കാലം ആർജിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ്. മറ്റ് ഘടകകക്ഷികളുമാണ് എന്ത് കാരണം നേരത്തെ പറഞ്ഞ ഗണപതി ബുദ്ധി ഉപയോഗിച്ചതാണ് ഇതിന്റെ കാരണം. അതെ, വേണുഗോപാൽ സാർ ഇതിന്റെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.